ഹിന്ദി കോഴ്സ് വെച്ചു. ഒരു വീട്ടിൽ ഒരു വെള്ളവും കുടിച്ചിട്ടില്ല, ഭക്ഷണം ഒന്നും കഴിച്ചില്ല. പക്ഷേ ഞങ്ങളൊന്നും കഴിച്ചു. പക്ഷെ അവർക്ക് നമ്മളോട് സൗത്ത് സൈഡിനോട് നല്ല ഇഷ്ടം ചെയ്യും. നമ്മുടെ വീട്ടിൽ വന്നിട്ട് വെള്ളം കുടിച്ചു. ചിന്മേസാബ് ഒരു വെള്ളം കുടിച്ചില്ല. എന്നിട്ട് മാം വന്ന് ഒരുപാട് നേരം 10-15 മുന്നേ കാണാൻ വന്നിട്ട് സംസാരിച്ച് കേക്ക് കഴിച്ചു, ചിപ്സ് കഴിച്ചു. ജ്യൂസ് വേണ്ടായിരുന്നു. നമ്മൾ രാജാക്ക് കൂടിയിട്ട് വെള്ളം കുടിക്കും. ദാഹശക്തി ഒരു പൗണ്ടർ വെള്ളം കുടിക്കുക. അപ്പോൾ ട്രഡീഷണൽ വിളിക്കാം പാക്ക് ചെയ്ത്. അപ്പോൾ ആ വെള്ളം സൂപ്പറായി. അത് കുറേ സംസാരിച്ച് നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അമ്മായിയമ്മൻ്റെ അടുത്തേക്കാണോ പോകുന്നത്, കുഞ്ഞിൻ്റെ അടുത്തേക്കാണോ പോകുന്നത്, ഹസ്ബൻഡിൻ്റെ എവിടേക്കാണോ പോകുന്നത്. ഭക്ഷണം വേണ്ട, ഭക്ഷണം ഇല്ല. നമ്മൾ ചിപ്സ് നമ്മുടെ നാട്ടിൽ സ്ഥലത്ത് കേരള അതോ സംസാരിച്ചത് സിഒ മാമിൻ്റെ കൂടെ ഒരു മാമും കൂടെ ഉണ്ട്. അപ്പോൾ പുതുതായിട്ടാണ് വന്നത് ഒരു മാം. റാവുവിൻ്റെ ആദ്യം ഫസ്റ്റ് ടൈമാണ് ഒരു വമ്പൻ അവരെ വന്നു. അവര് മാമും വിളിച്ചാണ് കൊടുത്തു. സിൽവറിൻ്റെ ഒരു കോയിൻ കൊടുത്തു. സിൽവർ കോയിൻ അവൻ 20 മാർക്ക്. ഇത് സിൽവർ കോയിൻ. പിന്നെ ഹിമാലയൻ്റെ സിനിമേസാബ് അവർ ഇവർ പറഞ്ഞാൽ സിനിമേസാബ് ഓടി വന്നു. ജ്യൂസ് വേണം പറഞ്ഞു. ഇവരെ എടുത്ത് കുറേ നേരം കളിപ്പിച്ചു. ഇവരെ കൂടെ ഫോട്ടോ എടുത്തു. ക്യാമറമാൻ കൊണ്ടുപോകുന്നു. സിനിമേസാബ് അതറിയോ ഇവനില്ലേ ചിന്മേസാബിൻ്റെ ആദേശം വരും. ആ വോയിസ് ഇട്ടിട്ട് എപ്പോഴും ചിരിക്കും. എന്തിനാ അറിയില്ല. പക്ഷെ അയാളുടെ ആദേശം വന്നാൽ ശരിയായിട്ട് നോക്കണേ ഇങ്ങനെ നീങ്ങി വരും. അയാളുടെ സൗണ്ടോട് കേൾക്കൊരു ചിരിയോട് അയാൾ നോക്കുന്നുണ്ടേ. അയാളുടെ സൗണ്ട് ചിരിയോ ചിരി. അപ്പോൾ അയാൾ കണ്ട എന്നോട് ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞത്. ചിരിയെല്ലാം പറഞ്ഞു നിങ്ങളുടെ അങ്ങനെ ആദേശം വരുന്ന സമയത്ത് എന്ത് ചിരിക്കുന്നത്. അയാളുടെ പ്രത്യേക സൗണ്ടാണ്. സിനിമയ്ക്ക് ഞാൻ വിളിച്ചിട്ടാ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചിപ്സുകാരായ അതുപോലെ അടിച്ചു കൂട്ടിയോ. എന്നിട്ട് കാണിക്കുന്നത് വേറെ ഇതാ. ഞാൻ ആ മാമിനെ നോക്കിയപ്പോൾ ആ മാമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഓടിച്ചിട്ടാണ്. എന്താ പറയാൻ ഗൾസ് വെച്ച് ഞങ്ങൾ എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ മലയാളി കൂട്ടം അവിടെ ഇരുന്നത്. എന്താ പറയുക ഞങ്ങളൊക്കെ നമ്മുടെ ഈ മലയാളികളിലല്ലേ എപ്പോഴും പറയുന്ന മദ്രാസ് നല്ലതാണ്. സെൽഫിഷ് അല്ലാണ്ട് നമ്മൾ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാം അങ്ങനെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയൊന്നും ഇല്ല. നാട്ടിലത്തെ ഈ പണ്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളല്ല. പക്ഷെ എല്ലാവരും നമ്മളങ്ങനെയല്ലേ. ഞാൻ നമുക്ക് കുറേ കാണാൻ പറ്റും. ഞങ്ങളുടെ അവളുമായിട്ടുള്ള ബന്ധം അത് മുന്നിൽ ആൽബർട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന് ആൽബർട്ടാണ്. ഇവിടെ എന്നോട് പോയപ്പോൾ അവിടെ ഒരു ബസ്സിൽ പോയി. അതിനോട് പോയപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കളിക്കാൻ ഇറങ്ങിയിട്ട് എന്നോട് ഓഫീസർ പറയാം ബോൾ വെച്ച് കൊടുക്കുന്നത് ജ്യോതിഷാണ്. അടിക്കാൻ പോകുന്ന ആര് ശ്രദ്ധിച്ചാണ്. എന്നിട്ട് മീൻ കുടുങ്ങിയ മാതിരി നെറ്റിൽ ആള് പോയി മോന്ത കുടിക്കും. അത് ചെയ്തിട്ട് എന്നിട്ട് ജ്യോതിഷാണ് എന്നോന്ന് പറയാൻ ഇത് പഠിച്ചതാണ് അടിച്ചിട്ടാണ് ജ്യോതിഷാണ് വന്നത്. നമ്മുടെ രചന ഇട്ടില്ല. രചന അതാ പ്രശ്നം. നല്ല ഇതാ സോൾജറാണ്. പിന്നെ സ്റ്റാൻഡേർഡ് അല്ലേ അവരെ പോലെ അല്ലല്ലോ. അങ്ങനെ പറഞ്ഞല്ല
ആ ഒരു വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോഴല്ലേ സ്റ്റാറ്റസ് ഏറ്റവും നല്ലതാണ്. പക്ഷെ അവരങ്ങനെയല്ല. ആ ഒരു ചേർന്നിരിക്കുന്നില്ലേ ഇയാള്, ആ ചേർന്ന് ആ രീതിക്കാണ് ഇയാളുടെ ക്യാരക്ടർ സത്യം. കാരണം ഒരുപാട് പേര് റെസ്പെക്ട് കൊടുക്കാറുണ്ട്. ഈ ഒരുപാട് കോഴ്സ് വരാറുണ്ട്. ഇന്നലെ തന്നെ എത്ര കോൾ വന്നു നിങ്ങൾ ബൈക്കോട് പോകുമ്പോൾ ഇന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്നില്ലേ?